എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് PSC 2022 നടത്തിയ LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2022. ഒന്നാമത്തെ ചോദ്യം, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സൗമ്യ സ്വാമിനാഥൻ. സൗമ്യ സ്വാമിനാഥനാണ് 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ, 5+3+3+4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ചെങ്കോട്ട. ചെങ്കോട്ടയാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം. 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, പാരീസ്. പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടന്നത്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് ആണ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലാണ്. 3-ാം തവണയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫെബ്രുവരി 21. ഫെബ്രുവരി 21 യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജസ്റ്റിസ് സിറിയക് ജോസഫ്. നിലവിലെ സംസ്ഥാന ലോകായുക്തയാണ് ജസ്റ്റിസ് N അനിൽകുമാർ. 2024 ഓഗസ്റ്റ് 21 ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടായിരുന്നു 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? 2022 രാജ്യത്ത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പ്രധാനമന്ത്രി ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, സിവാലിക്സ്. സിവാലിക്സ് എന്നാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്?
ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നാഗ്പൂർ. നാഗ്പൂറാണ് ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം. മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് നാഗ്പൂർ. ഓറഞ്ച് സിറ്റി, ടൈഗർ ക്യാപിറ്റൽ എന്നും നാഗ്പൂരിനെ അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാവേരി. കാവേരിയാണ് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും. 1. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു. 2. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. പരുത്തി തുണി വ്യവസായത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്താണ് പരുത്തി തുണി വ്യവസായത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആന. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 42. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2005. 2005ലാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
ആൻസർ ഓപ്ഷൻ ഡി 3. ഇന്ത്യൻ ഭരണഘടനയിൽ 3-ാം ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി 24. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ 24 ആരക്കാലുകൾ ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. നിലവിലെ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. 2024 ഡിസംബർ 23-നാണ് ഇദ്ദേഹം ഈ പദവിയിൽ എത്തുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ബി സ്വത്തവകാശം. സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ആൻസർ ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി അരുണ അസഫ് അലി. അരുണ അസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ റാണി ഗൈഡിലിയു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിന് എതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ആൻസർ ഓപ്ഷൻ ബി റൗലത്ത് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗം ആയിരുന്നു? ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആയിരുന്നു മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്?
യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വേമ്പനാട് കായൽ. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ആൻസർ ഓപ്ഷൻ എ തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഒ എം നമ്പ്യാർ. ഒ എം നമ്പ്യാരാണ് ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ആത്മോപദേശക ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരു. പൊയ്കയിൽ കുമാരഗുരു ആയിരുന്നു പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ നിന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്?
വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇൻസുലിൻ. ഇൻസുലിനാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. സർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ ടൈഫോയിഡ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജീവകം ഡി. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ആൻസർ 6.5-നും 8.5-നും ഇടയ്ക്ക്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകൾ. ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ്. ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ്. ആൻസർ ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ്. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഓപ്ഷൻ എ ഹരിത. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ആൻസർ ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 2, 4 എന്നിവ. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ എ അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി NaHCO3. ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ജലം. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷിനാണ്. ആൻസർ ഓപ്ഷൻ എ ഗുരുത്വബലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലത്തിനാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി. മനുഷ്യൻ്റെ ശ്രവണ പരിധി. ആൻസർ ഓപ്ഷൻ ഡി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി.